നിങ്ങളെല്ലാവരും മേളിലോട്ടൊന്ന് വരണം. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും ഈ 2 ദിവസം ഉള്ള പ്രഷറെല്ലാം പിന്നെ BP ഷുഗർ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാറേ, പേരെന്ന് പറയാമോ? പിന്റോ. പിന്നെ എവിടുന്നാണ് വരുന്നത്? ഞാൻ നയഗ്ര, കാനഡ. പേര്? ജയ്മോൻ, നയഗ്ര, കാനഡ. നാട്ടിൽ? ചേർത്തല. നാട്ടിൽ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എവിടെ? ചങ്ങനാശ്ശേരി കുരിശുമൂട്. ഞാൻ കൂത്തർപ്പള്ളി. വലിയോളം കറക്റ്റ്. സാറേ പേരെന്ന് പറയാം? ജോർജ്, നയഗ്ര ഫാൾസ്, ഓക്കെ. കാനഡ. നാട്ടിൽ? കോഴിക്കോട്. ഓക്കെ ഓക്കെ. എത്ര വർഷമായി കാനഡയിൽ? 51 വർഷം. 51 വർഷം. എന്നിട്ട് അമേരിക്കയ്ക്ക് കയറാൻ നോക്കിയില്ലേ? അമേരിക്ക എനിക്കവിടെ ഇഷ്ടമായിപ്പോയില്ല. ഇഷ്ടമായിപ്പോയി. വെരി ഗുഡ്, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. പേരെന്ന് പറഞ്ഞേക്കാവോ? മനോജ്. നാട്ടിൽ? ആലുവ. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മിനസോട്ട സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. പേരെന്ന് പറഞ്ഞു? ശ്രീജ. നാട്ടിലെ ട്രിവാൻഡ്രത്ത് നിന്നാണ്, മിനസോട്ടയിൽ നിന്ന് വരുന്നത്. മിനസോട്ടയിൽ നിന്ന് നാട്ടിലെ കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയം വൈക്കം തലയോലപ്പുറം. ഇവിടെ മിനസോട്ട. എത്ര വർഷമായി? മിനസോട്ടയിലോ? 21 വർഷമായി. എന്താ 17-18 വർഷമായി. ഏതാ ലൈൻ ഓഫ് പ്രൊഫഷനൊക്കെ സാറിന്? ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസാണ്. IT എല്ലാവരും ഒരേ? ഞാൻ മെഡിക്കൽ ഫീൽഡാണ്. ഏതാ ലൈൻ? ഞാൻ ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റ്. താങ്ക് യു. ഒരു ഫോട്ടോ എടുത്തോട്ടെ. പേരെന്ന് പറയാമോ? ബിജു. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ മക്കാലൻ, ടെക്സാസിലെ. മക്കാലൻ. ഓ, ഇവിടെ നമ്മുടെ. ഓക്കെ ഓക്കെ. ടെക്സാസ് ഇവിടെ സ്റ്റേ ആണല്ലോ അല്ലേ? അതെ. പേര്? ദീപ. നാട്ടിൽ? മക്കാലൻ, ടെക്സാസ്. നാട്ടിൽ കോട്ടയം. കോട്ടയത്ത് എവിടെയാണ്? കുറുപ്പന്തറ. സാറേ പേരെന്ന് പറയാം? എൻ്റെ പേര് ഷിജോ. കോട്ടയത്ത് അതിരമ്പുഴ. എത്ര വർഷമായി അമേരിക്കയിൽ? 20 വർഷത്തിന് വേണ്ടി. ഇവിടെ മെക്കാനിലെ ഇവിടെ തന്നെയാണോ? ടെക്സസ് തന്നെ? ജെയ്സൺ വെനാട്ട്. ഞാൻ മെക്കാലൻ, ടെക്സാസിൽ നിന്നാണ്. നാട് ചാലക്കുടിയിലാണ്. എങ്ങനെ അവിടെ ചെന്ന് പറ്റി മെക്കാനിൽ? മെക്കാലനിലോ? ദൈവഹിതം. അത്രേ ഉള്ളോ? ബിസിനസ്സാണോ സാറിന്? എന്താണ് ലൈൻ ഓഫ് ബിസിനസ്? ഏതിൻ്റെ ബിസിനസ്സാണ് സാർ? ബിൽഡറാണോ? ഓക്കെ. സാറേ പേരൊന്ന്? എൻ്റെ പേര് ഷാജി വേണാട്ട്. ഞാനും മെക്കാലനിൽ നിന്ന് തന്നെയാണ്. ടെക്സസ്. നാട്ടിൽ? ഇടുക്കി, കട്ടപ്പന. ഓക്കെ. എങ്ങനെ മെക്കാനിലെത്തി? മെക്കാലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡ്രൈവ് ചെയ്താണ് പോയത്. ഓക്കെ. അവിടെ ബിൽഡറാണോ? ഞാനോ? ഇല്ല, ഞാൻ ബിൽഡറല്ല. എന്താ ലൈൻ വർക്ക്? ഞാൻ IT ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ. നാട്ടിൽ ഇടുക്കിയിൽ എവിടെയായിട്ടാ? ഇടുക്കി, കട്ടപ്പന. ഭയങ്കര മഴയാണ് അവിടെ. ഞങ്ങൾക്ക് ഇന്നും മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതെ. ഓക്കെ സാർ. നിങ്ങൾ പ്രൈവറ്റ് ഇതാണോ? പ്രൈവറ്റ്. നമ്മൾക്ക് ഒരു ചാനലുണ്ട്, ഹ്യൂസ്റ്റൺ വോയിസ് എന്ന് പറയും. ഹ്യൂസ്റ്റൺ. ദാറ്റ്സ് ഫൈൻ. ഹ്യൂസ്റ്റൺ വോയിസ്. കഴിച്ചോ സാറേ? എന്താ പേര്? ദിൻരാജ്. നാട്ടിൽ പന്ത്രണ്ട്. ഇവിടെ ഏത് സ്റ്റേറ്റാ? ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് വരുന്നു, റോച്ചസ്റ്ററിൽ നിന്ന് വരുന്നു. അങ്ങനെ പോകുന്നു അല്ലേ? പരിപാടി അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷനൊക്കെ? പിന്നെ ഇലക്ഷനൊക്കെ വളരെ സൂപ്പറായി നന്നായിട്ട് നടത്തി. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ വിജയിച്ചിരിക്കുന്നു. ഫോമയായിട്ട് എങ്ങനെ ബന്ധം? നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ അസോസിയേഷൻ ഫോമയിലെ അംഗമാണ്. നമ്മൾ കൺവെൻഷനെല്ലാം എപ്പോഴും വരാറുണ്ട്. ആരെങ്കിലും വരാറുണ്ട് അവിടെ നിന്ന്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എന്താ ലൈൻ ഓഫ് വർക്കൊക്കെ? നമ്മൾ IT വർക്ക്. നാട്ടിൽ പഠിച്ചത്? നാട്ടിൽ പന്തളം, അവിടെ തന്നെയാണ് പഠിച്ചത്. പന്തളം പോളിടെക്നിക്കോ അല്ല? ഇപ്പോൾ മറ്റേ അടൂർ എഞ്ചിനീയറിംഗ് കോളേജ്. താങ്ക് യു. പറഞ്ഞു. പ്രാന്തപ്രദേശങ്ങളിലുള്ള സിറ്റികളാണ്. അതിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഞാൻ വരുമ്പോൾ
ഒരു പേരെന്ന് പറയാം. മിനി ജോസഫ്, എവിടുന്ന് വരുന്നു? കാലിഫോർണിയ, ലോസ് ആഞ്ചലസ്. നാട്ടിലെ? നാട്ടിൽ തൃശ്ശൂർ, ചാലക്കുടി, മാള. കാലിഫോർണിയ ആയതുകൊണ്ട് IT ആണോ? അല്ല, നേഴ്സാണ്. ഓ ശരി. കാലിഫോർണിയ കോസ്റ്റ്ലി അല്ലേ? കാലിഫോർണിയ കോസ്റ്റ്ലി, എന്നാലും അവർ കുഴപ്പം. കുഴപ്പം. എത്ര വർഷമായി അവിടെ? അവിടെ 18 വർഷം. ഓക്കെ. മക്കളാണോ? ഹലോ, കഴിച്ചോ? കഴിച്ചുകൊണ്ടിരിക്കുന്നു. പേരെന്ന് പറയാം. എൻ്റെ പേര് ബൈജു വിധേയത്തിൽ. എവിടുന്ന് വരുന്നു? ഏത് സ്റ്റേറ്റ്? സ്റ്റേറ്റ് കാലിഫോർണിയ. നാട്ടിൽ ചാലക്കുടി, മാള. ഓക്കെ. സാറേ പറഞ്ഞോ, ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? എൻ്റെ പേര് ജോൺസൺ ചിക്കമ്പാറ. ഞാൻ നാട്ടിൽ പന്തളം, ഇവിടെ ലോസ് ആഞ്ചലസിലാണ് താമസിക്കുന്നത്. ഓമയുടെ പരിപാടിക്ക് വേണ്ടി വന്നാണ്. അടിപൊളി പരിപാടി, അടിപൊളി ഫുഡ്. ഭീഷണി വരാറുണ്ടായിരുന്നു നേരത്തെ? വന്നിട്ടുണ്ട്. എന്താ സാറിൻ്റെ ലൈൻ ഓഫ് ജോബ്? ഹോസ്പിറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. അജൂസിയുടെ ചാപ്റ്റർ പ്രസിഡന്റ്. ഓക്കെ, വെരി നൈസ്. എന്തുകൊണ്ട് ജോഷുവാ സാറ്? എന്താണ് ഫോമയിൽ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ന്യൂയോർക്ക് മെട്രോയുടെ റീജിയണൽ വൈസ് ഓക്കെ. പ്രസിഡന്റ്. നാളെ വരുമോ പള്ളിയിലെ? സമയമില്ല. പോയത് അച്ഛനെ കണ്ടു. ഓക്കെ. പറഞ്ഞ പേരെന്ന് പറഞ്ഞു? രാജേഷ്, ന്യൂയോർക്കിൽ നിന്നാണ്. ഓക്കെ. നാട്ടിലെ പത്തനംതിട്ട. ഓക്കെ. ഫോമയിൽ പ്രോഗ്രാമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് നല്ല പ്രോഗ്രാമാണ്. ഫുഡ് എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു. ഹലോ സാറേ, പേരെന്ന് പറഞ്ഞേക്കാമോ? എൻ്റെ പേര് പൗലൂസ് കുയിലാടൻ. നാട്ടിലെ? ഫ്ലോറിഡ, ഒർലാൻഡോ. ഓക്കെ. നാട്ടിൽ ചാലക്കുടി. ഫോമയുടെ 18-20 ഫ്ലോറിഡയിൽ നിന്ന് നാഷണൽ കമ്മിറ്റി ആയിട്ട് വിജയിച്ചാണ്. പിന്നെ അതിനുശേഷം അനി ജോർജ് പ്രസിഡൻ്റായപ്പോൾ കൾച്ചർ കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോഴും ഫോമയിലുള്ള ബന്ധം ഉണ്ട്. നാളെ പോവോ? ഇന്ന് പോയിട്ട് നാളെ ഇന്ന് വലിയ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസമാണ് അല്ലേ? അതെ. താങ്ക് യു സർ. ഹായ്, can you tell your name? Hi, my name is Varki Peripuratha. I'm from Orlando, Florida. Here to support the candidates. I'm a delegate, and I've been involved with the association in Orlando for a while. How is Houston food? The food is very lovely. I'm actually surprised by the quality and the variety. Okay, thank you. You study or you work? I'm an engineer. Work for a major aerospace and defense contractor, and I'm also a business owner. And we just launched a new short film festival in Orlando. So come check it out. How many films are there for your film festival? So it's a short film competition and festival. So far, we just kicked it off 2 weeks ago for the competition. The entry period ends in November 21st. It's a global film festival, so anybody can put in their submissions. Only 3 categories: less than 1 minute, 3 to 10 minutes, and 10 to 30 minutes. And there's cash prizes and institutional recognition. Check it out. globalframesfest.org. Thank you. Any contact number? Just email info@globalframesfest.org. Thank you so much, sir. Thank you. Hello, good morning. Can you tell your name? Yeah, I'm Jiju John. ഞാനിവിടെ ഹോസ്റ്റ് ചെയ്ത ലേക്ക് സിറ്റി മലയാളി സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഫോമയുടെ 9ാമത്തെ കൺവെൻഷന് നമ്മളെല്ലാം അടിച്ചു പൊളിച്ചൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിപുലമായ ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അതെ. ഏതിൻ്റെയും ഇതിലുണ്ടോ? അസോസിയേഷനിൽ വല്ലതും ഉണ്ടോ? അസോസിയേഷനിൽ വല്ലതും ഉണ്ടോ? ഞാൻ മലയാളി സമാജം ലീഗ് സിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മലയാളി സമാജം ലീഗ് സിറ്റി. ഓക്കെ. ഇവിടെ എങ്ങനെ ലൈൻ ഓഫ് ജോബൊക്കെ? ജോബ് ഞാൻ പസരീനയിൽ അസറ്റ് ഇൻറ്റഗ്രിറ്റി എഞ്ചിനീയറാണ്. ഇനിയോസ് എന്ന് പറയുന്ന കമ്പനിയുടെ. പഠിക്കാൻ വന്നതാണോ ഇവിടെ? അല്ല, ഇത്. ഓക്കെ. പേരെങ്ങനെ? ജിജു ജോൺ. ഏത് പള്ളിയിലാണ് പോകുന്നത്? സെൻറ്റ് മേരീസ്
സെന്റ് മേരീസ് പെർലാൻ. ഓർത്തഡോക്സിലാണ് അല്ല സെന്റ് മേരീസ് ഓ യാ സീറോ മലബാർ. നാട്ടിലെവിടെ നാട്ടില് തിരുവല്ല പെണ്ണിക്കുളം എന്ന് പറയും. വെണ്ണിക്കുളം ഓ ശരി. വെണ്ണിക്കുളത്ത് സീറോ മലബാർ ഉണ്ടോ? ഓക്കെ. മലങ്കര മലങ്കരയാണ്, പക്ഷെ ഇവിടെ വന്ന് ഞങ്ങള് മനസ്സിലായി. ഓക്കെ ഞാൻ കറി വെച്ചാലേ. അതെ. സുരേഷ് എന്നെ ഉണ്ട്, എങ്ങനെ പോകുന്നു? അടിപൊളി. ആണോ? ആദ്യത്തെ ഓണം ഇന്നലെ കൊടുത്തതല്ലേ? നല്ലതായിരുന്നു. ആദ്യത്തെ ഓണസദ്യയായിരുന്നു. ഒരു 1400-1500 പേർക്ക് നന്നായിട്ട് കൊടുക്കാൻ വേണ്ടി 23 ഐറ്റത്തോടു കൂടി വളരെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഇന്ന് തന്നെ കാണാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചേർക്ക് ഓൾമോസ്റ്റ് 6 ഐറ്റം ഉണ്ട്. 6 ഐറ്റത്തോടെ ഇത്രയും നല്ലതായിട്ട് ഇത്രയും ദിവസം 4 ദിവസം സുരേഷ് ഇവിടെ തന്നെ ഉണ്ടല്ലേ? 4 ദിവസം ഇവിടെ ഉണ്ട്. നോക്കി നടത്തി ചെയ്തു. ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. ചോദിക്കുന്നുണ്ട്, ഞാൻ ഔട്ട്സൈഡേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ദേ ആർ സെയിം ഗുഡ്. താങ്ക് യു. ഓക്കെ സുരേഷ്, കാണാം. ജോൺ സാർ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഗംഭീരം തന്നെ. വളരെ രുചിയേറിയ ആഹാരപദാർത്ഥങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അപ്ന ബസാർ സുരേഷ്, അദ്ദേഹം എല്ലാ പ്രത്യേകിച്ചും ശ്രദ്ധ പതിപ്പിക്കുന്നു നമ്മളുടെ എല്ലാം ടേസ്റ്റ് അനുസരിച്ച്. പ്രത്യേകിച്ച് ഓണസദ്യ അങ്ങനെ എല്ലാം അത് കണ്ടോ. നമ്മുടെ ന്യൂയോർക്കുകാരും ഒക്കെ ഉണ്ട്, നമ്മളെ ജോൺ സി വർഗീസ്, അതേമാതിരി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഒക്കെ, അവരെല്ലാം സജീവ രംഗത്തുള്ളവരാണ്. കൊല്ലങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. എല്ലാം കണ്ടു. വളരെ ഇന്നലെ സംസാരിച്ചല്ലോ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ഫങ്ഷൻ്റെ, നമ്മുടെ ഈ നടക്കുന്ന കൺവെൻഷൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ മിക്കവാറും എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഗുഡ് മോർണിംഗ് ലേറ്റും ഒക്കെ പറഞ്ഞപ്പോൾ സന്തോഷകരമായിട്ട് തന്നെ എല്ലാവരും പിരിയും. ഓക്കെ, പിന്നെ അടുത്ത കൺവെൻഷന് മിക്കവാറും ഫ്ലോറിഡയെന്നാണ് തോന്നുന്നു. ഫ്ലോറിഡയിലുള്ള വ്യക്തികളാണ് ജയിച്ചത്. അവിടെയാണ്. അപ്പോൾ നമുക്ക് ഫ്ലോറിഡ, കൊച്ചു കേരളം എന്നാണല്ലോ പറയുന്നത്. ഫ്ലോറിഡ അടുത്ത വർഷം ഏതാണ്ട് ഇതേ സമയത്ത് അവിടെ നമുക്ക് കാണാം, സന്ധിക്കാം. എല്ലാ വർഷവും കൂടുമോ അതോ? ഞാൻ എല്ലാ വർഷവും ഒന്നും പോകാറില്ല. ഇതിപ്പം അന്നൊക്കെ ആരംഭത്തിൽ നമ്മളെല്ലാ കൺവെൻഷനും പോകുമായിരുന്നു. ഓക്കെ, അന്ന് ഫ്ലോറിഡയിൽ സത്യത്തിൽ ഞാൻ ലാസ്റ്റ് കൺവെൻഷൻ പോയത് ഒർലാൻഡോ കൺവെൻഷൻ. ഒർലാൻഡോ, അവിടെയാണ് ഈ ഇലക്ഷൻ, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞുള്ളല്ലോ. ആ ഫ്ലോറിഡയിലെ ഒർലാൻഡോ കൺവെൻഷനിൽ വെച്ചാണ് ഈ ഇലക്ഷൻ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു. ഒരു കൂട്ടർ അതിനെ അപ്രൂവ് ചെയ്തില്ല. അതിനെ തൊരുതി ചെറിയ കോർട്ട് കേസുകളും സംഭവങ്ങളും മലയാളിക്ക് അതുകൊണ്ടായ ചരിത്രമാണ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുശേഷം ഇത് രണ്ടായിട്ട് പിരിഞ്ഞു. ഇപ്പോൾ 2 കൺവെൻഷനായിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ ഫോമ ഇവിടെയാണ് ഉത്ഭവം. ഇവരൊക്കെ ഫോമയുടെ ആരംഭകാലത്ത് ഉള്ള പ്രവർത്തകരാണ്. ഇങ്ങനെ പോകുന്നു. ഒക്കെ ഫൊക്കാന കൺവെൻഷൻ അടുത്ത ആഴ്ചയുണ്ട്. അതിനകത്തും ധാരാളം സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ആയതുകൊണ്ട് വന്നു. ഇപ്പോൾ ഞാൻ ദൂരയാത്രയൊക്കെ നടത്തി. നമ്മൾ വളരെ റിട്ടയർഡ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലായിടത്തും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. സാറിനെപ്പോലുള്ളവരുടെ സാമീപ്യം ഇതാണല്ലോ, പ്രസൻസ് ആണല്ലോ അതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് കൺവെൻഷൻ നല്ല പേര്. കൺവീൻ ചെയ്യുക, തീർച്ചയായും ഫ്രണ്ട്ഷിപ്പ് വരുത്തുക. താങ്കളുടെ സേവനം വളരെ ഉണ്ടല്ലോ, വലിയ കാര്യമാണ്. ഹ്യൂസ്റ്റൺ വോയിസ് TV വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു TV ആണ്. ഞാൻ ഇന്നലെ തന്നെ അത് ഫേസ്ബുക്കിൽ അവിടെ കണ്ടു. അപ്പോൾ പ്രോംപ്റ്റായിട്ട് വേറെ ഏത് ന്യൂസ് വരുന്നതിന് മുമ്പ് സനി ഉമ്മൻ്റെ TV ആണ് എനിക്ക് ആദ്യം കാണാൻ പറ്റിയത്. താങ്ക് യു. കീപ്പ് അപ്പ് ദ കവറേജ്. ഞങ്ങളുടെ കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ ശബ്ദമായിട്ട് വോയിസ് തുടരട്ടെ. എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. നമ്മളെപ്പോഴും സംഭാഷണം നടത്താറുണ്ട്. ഓക്കെ, മീറ്റിങ്ങുകളും എല്ലാ റൈറ്റേഴ്സ് ഫോറം, മലയാളം സൊസൈറ്റി, എല്ലാ രംഗത്തും നമ്മളുണ്ട്.
അതെ അതെ. ഓക്കെ, താങ്ക് യു വെരി Thank you, മച്ച്. thank you, sir. ഓക്കെ, കാപ്പി ചായ ആ കുടിച്ചോളാം. കഴിക്കുന്നില്ലയോ? പേരെന്ന് പറയാമോ? പേര് സൈജൻ കണിയൊടിക്കൽ. നാട്ടിലെ ആലുവ. ഇപ്പോൾ ശരി തന്നെ. ഞാൻ ഡിട്രോയിറ്റ്. ഡിട്രോയിറ്റ്. ഓക്കെ സാറേ എന്താണ്? തോമസ് കർത്തറൽ, ഡിട്രോയിറ്റ് മിഷിഗൺ. നാട്ടിൽ സ്വദേശം ഉഴവൂര്. ഉഴവൂര്. എത്ര വർഷമായി ഡിട്രോയിറ്റിൽ? ഇവിടെ 1977 വന്നതാണ്. ഡൽഹിയിൽ നിന്നാണോ വന്നത്? ഇല്ല, മുംബൈ. മുംബൈയിൽ നിന്നാണ്. ഓക്കെ. മുംബൈയിൽ എവിടെ ആയിരുന്നു? മുംബൈ ചെമ്പൂർ. നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. ഓക്കെ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. ബോംബെക്ക് എന്നാ അവസാനം പോയത്? ബോംബെക്ക് എന്നാ അവസാനം പോയത്? പോയ ഒരു 10 കൊല്ലം മുമ്പ്. താങ്ക് യു. ഹലോ, യുവർ നെയിം? സുമിനി ജോർഡൻ. ഫ്രം വിച്ച് സ്റ്റേറ്റ്? Michigan, Detroit. ഓ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. Thank you. പേരെന്താ? സുമിനി ജോർഡൻ. ഓക്കെ. എൻ്റെ പേര് അശോക്. നാട്ടിലെ? നാഗർകോവിൽ. ഇവിടെ മിഷിഗനാണ്. ആലത്തൂർ. ഏതാ നാട്ടിൽ സ്ഥലം? നാഗർകോവിൽ. നാഗർകോവിൽ, തമിഴ്നാട്. ഓക്കെ. ആ ഓക്കെ ഓക്കെ. പേരെന്ന് പറഞ്ഞേക്കോ? ഓ സാറായിരുന്നു. വേണ്ട, അപ്പം കൈ പിടിച്ചാൽ മതി. ഫോമയുടെ ഹൂസ്റ്റണിലെ മൂന്നാമത്തെ ദിവസമാണ് ഇത്. ഇന്നുകൊണ്ട് അല്ല, നാളെ കൊണ്ട് സ്വാഗതം. എല്ലാം ഗംഭീരമായിരുന്നു. നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് ഭക്ഷണത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗംഭീര ഭക്ഷണം, സിമ്പിൾ ആൻഡ് എലഗൻറ്റ്, എല്ലാം നന്നായിരുന്നു. ഇതെൻ്റെ വൈഫാണ് പ്രേമ. സാറിൻ്റെ വീട് പൊൻകുന്നോ അല്ലേ? പൊൻകുന്നം. എൻ്റെ വീട് പൊൻകുന്നം. താമസിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ. സാറിൻ്റെ ബ്രദറും അല്ലേ ഹ്യൂസ്റ്റണിലുണ്ടല്ലോ. ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓ താങ്ക് യു സോ മച്ച് സർ. ഹലോ, can you just tell your name? എൻ്റെ പേര് അച്ചൻകുഞ്ഞ് മാത്യു ഫ്രം ചിക്കാഗോ. Former convention is a great opportunity to see all the people. Plus, I am also the chief editor of Souvenir. Former convention. നാട്ടിലെ വീട് മാവേലിക്കര. ഓ ഓക്കെ. മാവേലിക്കര ടൗണിൽ തന്നെയാണോ? ഏതാ കോളേജ് പഠിച്ചതൊക്കെ? പഠിച്ചത് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ. TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഏതാ ബ്രാഞ്ച്? ഞാൻ 82 ഇവിടെ വന്ന മെക്കാനിക്കലായിരുന്നോ? ഓക്കെ. എവിടെ ലൈൻ ഓഫ് ജോബ്? I work in the Motorola 30 years and retired. Right now working as a consultant at an aerospace company. TKMൻ്റെ അലുമിനയിലുണ്ടോ? Once in a while ഞാൻ കയറും. ഓക്കെ ഓക്കെ. താങ്ക് യു. ഹായ്. ഇറ്റ്സ് ഓക്കെ. Hi. Oh, I'm sorry. Good morning, everyone. It's a great day in Houston. We are all inside, so the weather is really beautiful inside. But the Fukana Convention 2026 is great. Everybody is very friendly, and the food, like Thambi said, is excellent. And all the best to the new committee members, and current ones have done a great job. And I'm hoping that the new team will be doing a great job. Thank you so much. നാട് എവിടെയാ? നാട് പാലാ എടപ്പാടി. പൊൻകുന്നത്ത് കെട്ടിച്ചു അല്ലേ? മക്കളൊക്കെ? മക്കൾ 3 പേരുണ്ട്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. എല്ലാവരും മാരീഡാണ്. ഗ്രാൻഡ് കിഡ്സ് ഉണ്ട്. ഞങ്ങൾ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. തമ്പിയാനിയുടെ ഭാര്യയാണ്. തമ്പിയാനി ഒരു ചെറിയ എഴുത്തുകാരനൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നു. താങ്ക് യു. ഒത്തിരി സന്തോഷം. താങ്ക് യു സർ. ഹായ്, ഗുഡ് മോർണിംഗ്. പേരെന്ന് പറയാമോ? Can you tell your name? ഇന്നലെ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. നാട്ടിലെ? ഓ, നിങ്ങൾ കാനഡക്കാരാണല്ലോ. ഓ യാ. ഹലോ, ഹായ്, നൈസ് മീറ്റിംഗ് യു. എവിടെയാണ് നാട്ടില്? ആലപ്പുഴ. ആലപ്പുഴ എവിടെ? ആലപ്പുഴ, എറണാകുളത്തിന് ആലപ്പുഴ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫോമർ ഫാമിലി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയ്ക്ക്, ഈ ഹോളിന് നേരെ മേളത്തെ ഹോളിൽ ഒരു ഹെൽത്ത് ഫെയർ നടക്കുന്നുണ്ട്.
അത് ഹ്യൂസ്റ്റണിൽ ഓൾമോസ്റ്റ് 100 വോളണ്ടിയേഴ്സ് വന്നിരിക്കുകയാണ്. Good morning everyone. Welcome to the FOMA's International Health Fair and the International Convention. So there is a health fair going on. Please come and visit us. There are several nurses from all over the medical center. Thank you. ഇതിന്റെ മേളിൽ ഒരു ഹെൽത്ത് ഫെയർ നടക്കുന്നുണ്ട്. ഹ്യൂസ്റ്റണിൽ over 100 വോളണ്ടിയേഴ്സ് വന്നിട്ടുണ്ട്. As a former family, please go upstairs and shake their hand and say thank you. Okay? Okay. Please, thank you. ഹലോ സാർ, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പറഞ്ഞോ, എങ്ങനെ പോകുന്നു മൂന്നാമത്തെ ദിവസം? നമ്മുടെ 9ാമത്തെ ഫോമ കൺവെൻഷൻ ഹോസ്റ്റലിൽ വെച്ച് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സഹകരണമുണ്ട്. അതുമായിട്ട് നമ്മൾ നീങ്ങുകയാണ്. നാളെ സൺഡേയിൽ മോർണിംഗോടുകൂടി ഇവിടുന്ന് എല്ലാവരും പിരിയും. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. സാറിന് ഏറ്റവും സന്തോഷം തോന്നിയ മൊമെൻ്റ് ഏതാണ്? സന്തോഷം തോന്നിയ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ ആ ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത്. അതെ, എല്ലാ ഫുഡും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആൾക്കാർ. എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? ഒരു പ്രയാസങ്ങളും ഇന്നൊരു സമയം ഉണ്ടായിട്ടില്ല. താങ്ക് യു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് നമ്മളോട് പറയുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും. എങ്ങനെയുണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു അഭിപ്രായവും രേഖപ്പെടുത്തി പോകുന്നത് നല്ലതായിരിക്കും. താങ്ക് യു. സാറേ, അപ്പനബാ സാറിൻ്റെ അവിടെ നിന്നു. എന്താ പറയുന്നു വാച്ചപ്പറമ്പിൽ? പറഞ്ഞോ. കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോളാം. Give me 10 minutes today. സാറിന് ഞാൻ ലിങ്ക് അയച്ചായിരുന്നു, ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും അല്ലേ? മറ്റേ ക്യാമറയിലെടുത്തോടെ അയച്ചിട്ട് സാറിന് ഏതാ ബെറ്റർ എന്ന് തോന്നുന്നു വിൽ പബ്ലിഷ് ഇറ്റ്. ഓക്കെ, ഞാൻ വരാവേ. ഹലോ, പറഞ്ഞോ കുഴപ്പമില്ല. ഹലോ, പേരെന്ന് പറഞ്ഞേക്കാം സാറേ? റോമി. ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഞാൻ ജാക്സൺവിൽ, ഫ്ലോറിഡയിൽ നിന്നാണ്. വേണു, ജാക്സൺവിൽ, ഫ്ലോറിഡ. നാട്ടിൽ എറണാകുളത്താണ്. എറണാകുളത്ത് പലരിടം. നാട്ടിൽ തൃശ്ശൂർ, സാംസ്കാരിക തലസ്ഥാനം. ഹായ്, ജാക്സൺവിൽ നിന്നാണ്, നാട്ടിൽ തൃശ്ശൂർ. ഹലോ. ഹലോ, എൻ്റെ പേര് എബി. എൻ്റെ വീട് നാട്ടിൽ തൃശ്ശൂരാണ്. താങ്ക് യു. വല്ല ഇതിലായിട്ട് ജയിച്ചോല്ലോ? പാനലിലുണ്ടായിരുന്നോ? ഇല്ല, വോട്ട് ചെയ്യാൻ മാത്രം. ഹലോ, can you tell your name? ഏത് സ്റ്റേറ്റാണ്? നിങ്ങൾ പറഞ്ഞാൽ
ഓ ഞങ്ങൾ അടുപ്പിച്ച് മൈക്കാണ് അല്ലേ അല്ല എന്തൊക്കെ ഓ പേര് പറഞ്ഞോ പേരെന്ന് പറഞ്ഞു കൂടി ഞങ്ങൾ നയാഗ്രയിൽ നിന്ന് നയാഗ്ര പാന്തേഴ്സിൻ്റെ പ്രതിനിധികളായിട്ടാണ് വന്നിരിക്കുന്നത്. നയാഗ്രയിൽ നിന്ന് കാനഡ നയാഗ്രയിൽ നിന്ന് പാന്തേഴ്സിൻ്റെ ഡെലിഗേറ്റ്സ് ആയിട്ടാണ് ഞങ്ങൾ. നിങ്ങളെല്ലാവരും കാനഡയാണ്? അവർ ന്യൂയോർക്കാണ്. ഓക്കെ ഓക്കെ. ഞങ്ങൾ കാനഡയാണ്. കുറച്ച് പേരുണ്ട്. നാട്ടിലെവിടെയാണോ? നാട്ടിൽ തൃശ്ശൂർ. ഞാൻ പത്തനംതിട്ട. പേര്? എൻ്റെ തോമസ്. നാട്ടിലെ പത്തനംതിട്ട റാന്നി. റാന്നിയിൽ എവിടെയാ? റാന്നിയിൽ റാന്നിക്കാരെല്ലാവരും. ഏത് റാന്നിയിൽ എവിടെയാ? ഇടിച്ചോട് റാന്നി ഞാൻ പ്ലാച്ചേരി എന്ന് പറയും. കേട്ടിട്ടുണ്ട്. നല്ല വെള്ളപ്പൊക്കമാണല്ലോ. സുഖമായിട്ടിരിക്കുന്നു. ഹലോ പേരൊന്ന് പറഞ്ഞേരെ. പ്രകാശ് ജോസഫ്. അറ്റ്ലാന്റ സൗത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്നാണ്. ഞങ്ങളുടെ സൗത്ത് ഈസ്റ്റ് റീജിയൻ്റെ RVP ആണ്. ഇത് സൗത്ത് ഈസ്റ്റിലുള്ള ഫ്രണ്ട്സാണ്. നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള ഒരു 100 വോളണ്ടിയേഴ്സ് വന്ന് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഫോമാ ഫാമിലിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒന്നും ചെക്ക് ചെയ്തില്ല, ബ്ലഡ് കൊടുക്കേണ്ട, ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് അവിടെ വരെ മാത്രം മതി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഗവൺമെന്റ് ഒന്ന് പോയി അവിടെ ഒന്ന് എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞ് വിഷമിക്കാൻ വേണ്ടി പോയില്ല. പേരെന്ന് പറഞ്ഞു? ഷാനോസ്. എവിടെ? ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഞാൻ ഒർലാൻഡോ, ഫ്ലോറിഡ. നാട്ടിൽ ആലുവയിൽ. സ്റ്റുഡൻ്റ് ആണോ? സ്റ്റുഡൻ്റ് അല്ല, ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് ഉണ്ട്. ഒർലാൻഡോ ഓഫീസിൽ സെൽഫോൺ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ് ഷോപ്പുകൾ. കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പ്? ഫോൺ റിപ്പയർ, കമ്പ്യൂട്ടർ റിപ്പയർ, ഗെയിം കൺസോൾ റിപ്പയർ. അതൊക്കെ ബെസ്റ്റ് ബൈ അങ്ങനെയുള്ളതല്ലേ? ആമസോണിൽ കൂടെ അല്ലേ എല്ലാവരും മേടിക്കുന്നത്? ഇത് റിപ്പയറാണ്, നമ്മൾ കൂടുതൽ റിപ്പയർ. എന്താ ഷോപ്പിൻ്റെ പേരോ നമ്പറോ എല്ലാം പറയുകയാണെങ്കിൽ? ഷോപ്പിൻ്റെ പേര് എക്സ്പ്രസ് ഫോൺ റിപ്പയർ. ഒന്ന് കിസിമിയിലാണ്, ഒർലാൻഡോ കിസിമി. പിന്നെ ഒന്ന് സെയിൻറ്റ് ക്ലൗഡ് സ്റ്റോർ. നമ്മൾ UPS അയച്ചാൽ റിപ്പയർ ചെയ്ത് തരുമോ? പിന്നെ ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഐഫോണിൻ്റെ സ്ക്രീന്, പിന്നെ ലാപ്ടോപ്പ്, iMac, പിന്നെ കമ്പ്യൂട്ടർ. എത്ര പേരുണ്ട് കടയിൽ, ഷോപ്പിൽ? 7-8 സ്റ്റാഫുണ്ട്. 8 സ്റ്റാഫുകളുണ്ട്. ബിസിയാണ്. നമ്പർ വല്ലതും ഉണ്ടോ എന്ന് പറയാൻ? നമ്പറുണ്ട് 321-558-0885. സെൽഫോണായിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും, സെൽഫോണും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോൾ, PS4, PS5, നിൻറ്റെൻഡോ സ്വിച്ച്, XS അങ്ങനെ കുട്ടികൾ കളിക്കുന്ന പ്ലേ സ്റ്റേഷനുകളടക്കം കമ്പ്യൂട്ടറുകൾ അഡ്വാൻസ് കമ്പ്യൂട്ടറുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എനി ഇഷ്യൂസ്, ഫോൺ അൺലോക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, യു ക്യാൻ കോൺടാക്ട്. ദാറ്റ്സ് മൈ പേഴ്സണൽ നമ്പർ. കോൺടാക്ട് ചെയ്യാം. എത്ര നാളായി ബിസിനസ്സിൽ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 99-ലാണ്. നാട്ടിൽ ഒരു 2 ഷോപ്പുകൾ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 27 ഇയേഴ്സ്. ചാലക്കുടിയോ? എവിടെ സ്ഥലം? ആലുവയിൽ എവിടെയായിട്ടാണ് ഷോപ്പൊക്കെ? ആലുവയിലല്ല, എറണാകുളത്താണ്, മറൈൻ ഡ്രൈവിലാണ്. ഓക്കെ. ഷോപ്പിൻ്റെ പേരെന്ന് പറയാനോ? അവിടുത്തെ ഷോപ്പിൻ്റെ പേര് നെക്സ്റ്റൽ കൊച്ചി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, കാൻ യു ടെൽ യുവർ നെയിം? എവിടെ നിന്നാണ്? നാഷുവില്ല, തിരുവനന്തപുരം. എന്താണ്, ഡോക്ടറോ അല്ലോ ആളോ? ടീച്ചറാണ്. ഏത് സബ്ജക്റ്റ്? ഏത് പിള്ളയാണ്? എന്താ പറഞ്ഞ പേര്? വിഷ്ണുപ്രിയ. നാട്ടിൽ ട്രിവാൻഡ്രം അല്ലേ? എങ്ങനെ അമേരിക്ക വന്നേ? ഹസ്ബൻഡ് ഇവിടെ IT-ലാണ്. ഹസ്ബൻഡ് കൂടെ ഞാൻ എത്ര നാളായി? ടീച്ചിങ് ബുദ്ധിമുട്ടാണോ ഇവിടെ? കുഴപ്പമില്ല. താങ്ക് യു. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സുശീല. ഞാൻ നാഷണൽ ടെന്നസിയിൽ നിന്ന് വരുന്നു. എൻ്റെ നാട് കായംകുളം. ഞാനിവിടെ നാഷണലിലെ വാൻഡമെൻറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കായംകുളത്ത് എവിടെ? കായംകുളത്ത് മുതുകുളം എന്ന് പറയും. മുതുകുളം. പഠിച്ചതൊക്കെ എവിടെ? പഠിച്ചത് ഞാൻ വാൻഡമെൻറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. നാഷണൽ. ഹ്യൂസ്റ്റണിലെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ഫുഡാണ്. Hello, can you just tell your name?
നിഷ. എവിടുന്നാ? ഏത് സ്റ്റേറ്റിൽ നിന്നാ? കാനഡയിൽ നിന്നാണല്ലോ. കാനഡയിൽ എവിടെ? ഞങ്ങൾ ലണ്ടൻ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഹ്യൂസ്റ്റണിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറേ പേരെന്ന് പറഞ്ഞേക്കാം. ഐ നോ യു ആർ ബിസി. സോറി ടു ഡിസ്റ്റർബ്. എൻ്റെ പേര് ജിൻസ്. നാട്ടിൽ പാല. കാനഡയിൽ നിന്നാണോ വന്നേ? സ്റ്റുഡൻ്റ് ആണോ ഇപ്പോഴും? അല്ല, സ്റ്റുഡൻ്റ് ആണോ? അല്ല. നിങ്ങൾ കാനഡ ആണോ? ഓക്കെ ഓക്കെ. എന്താണ് ലൈൻ ഓഫ് പ്രൊഫഷൻ സർ? ഞങ്ങൾ കാനഡ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഒറ്റ സെക്കൻഡ്. ഓക്കെ. സോറിയാ ഞാൻ സുഖമായിട്ടിരിക്കും സാറേ. പറഞ്ഞ പേര് പറഞ്ഞ് എവിടെയാന്ന്? എൻ്റെ പേര് തോമസ് സ്റ്റീവന്. ഞാൻ ഫോമയുടെ മുൻ ട്രഷററും കൂടിയാണ്. ന്യൂയോർക്കിൽ അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ നിന്നും 2 സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ടൊരു കോൺഫറൻസ്. എല്ലാം സോഫാർ ഫുഡാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും പ്രൊസഷൻ ആണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ധാരാളം ആൾക്കാർ പങ്കെടുത്തു. അങ്ങനെ ഫോമ കുടുംബം ഒരിക്കൽ കൂടി സജീവമായിട്ട് ഹൂസ്റ്റൻ്റെ മണ്ണിൽ ഈ ആഘോഷം നടത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു. സാറിന് നാട് എവിടെ? നാട് തിരുവല്ലയിൽ. എവിടെ? തിരുവല്ല ടൗണിൽ തന്നെയാണ്. തോലശ്ശേരി ഭാഗമാണ്. CSI പള്ളിയാണോ? CSI തന്നെയാണ്. തോലശ്ശേരി. അത് തന്നെ. ഓക്കെ. സണ്ണിയും സുമോദിനെയൊക്കെ അറിയാം അല്ലേ? എല്ലാവരും അറിയാം. ഇപ്പോഴും ആ പള്ളിയിലെ ഒരു സജീവ അംഗം തന്നെയാണ്. 2 തിരുവനന്തപുരം അവിടെ ഉണ്ടല്ലേ? ഓക്കെ സാറേ. എന്നിട്ടേ എൻ്റെ ചാനൽ കാണുമെന്ന് പറഞ്ഞു. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ഇഷ്ടപ്പെട്ട ഇതുപോലെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സാർ. സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോ താങ്ക് യു സാർ. സാറേ സോറി, ഞാനത് ബോധർ ചെയ്തേലേ. പേരെന്ന് പറഞ്ഞേക്കാം സാറേ. എൻ്റെ പേര് ചേക്കോ കോയിക്കിലേത്ത് എന്ന് പറയും. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. ഫോമയുടെ ആദ്യകാലം മുതലേ ഉള്ള ഒരു പ്രവർത്തകനാണ്. പല പൊസിഷനും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ എല്ലാ കൺവെൻഷനും പങ്കെടുത്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോഫാർ. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺവെൻഷൻസ്. എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. Hopefully, everything will end as it is. Okay, so it's a great convention. A lot of people are there. I know. So that's good. Okay, thank you. സാർ എന്ത് ചെയ്യുന്നു സാറേ? റിട്ടയർഡ് ആണോ? എങ്കിലും ഞാൻ ഇപ്പോൾ റിട്ടയർഡ് ആണ്. അതെ. ഓക്കെ. എങ്ങനെയായിരുന്നു ലൈൻ ഓഫ് ജോബ് ഒക്കെ? MTAയിലെ ഒരു മെയിൻ്റനൻസ് സൂപ്പർവൈസർ. ഓക്കെ. കാണാം. അതെ. ഇലക്ട്രിക്കൽ ലൈൻ ആയിരുന്നോ? അല്ല, മെക്കാനിക്കലായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ജോലി? വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ഫ്രം ഇന്ത്യ. ഓക്കെ. ഏത് ഡിപ്ലോമ ആയിരുന്നു. ഏത് പോളിറ്റെക്നിക്? ഞാൻ ബോംബെന്നാണ് പഠിച്ചത്. ബോംബെന്ന്. ഓക്കെ. 3 വർഷം പഠിച്ചു? 4 വർഷം. ഓക്കെ. ബോംബെയിൽ ഏതായിരുന്നു സ്ഥലം? ബോറിവില്ലായിരുന്നോ? അല്ലല്ല, ബോംബെയിൽ നമ്മുടെ മാട്ടുങ്കൽ. മാട്ടുങ്കലോ? ഓക്കെ. എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടിയേ? അവിടെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി അപ്ലൈ ചെയ്ത് അങ്ങനെ കിട്ടിയത്. ആരുടെ കൂടെ ആയിരുന്നു താമസമൊക്കെ? അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഞാൻ തന്നെ താമസിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ബാച്ചലർ ലൈഫായിരുന്നു. അല്ല, നാട്ടിൽ നിന്ന് ഫീസ് വരുത്തിയാണോ ആ കോളേജിൽ പഠിച്ചത്? അതെ. ശരി. അന്ന് എൻ്റെ ബ്രദറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സ്പോൺസർ ചെയ്യാൻ. റൈറ്റ്. അതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട്. അതെ. ഹിന്ദി ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി, ഇംഗ്ലീഷ് ഓൾസോ. ബോംബെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മറാഠി. സാർ പാട്ട് പാടുമോ? ഇല്ല, പാടത്തില്ല. പാട്ട് എൻജോയ് ചെയ്യും. അതെ. ആരാ? ഓക്കെ. താങ്ക് യു. കാണാം സാർ. താങ്ക് യു. രാജേഷ് എല്ലാം ഓക്കെ ആണോ? രാജേഷ് എല്ലാം ഓക്കെ ആണോ? ഒരു വാക്ക് പറയുന്നോ? ഫോമ കൺവെൻഷൻ അടിച്ചു പൊളിക്കുകയാണ്. എല്ലാവരും
സന്തോഷമായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പം നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു. അത് കഴിഞ്ഞ് ഫയറുണ്ട്, 2-3 പ്രോഗ്രാമുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ നല്ലൊരു പ്രോഗ്രാമുണ്ട്. താങ്ക് യു. പേരെന്ന് പറഞ്ഞേക്കോ? തീർച്ചയായിട്ടും. ന്യൂയോർക്കിൽ നിന്ന് ആണ്. എൻ്റെ പേര് അനി, ഒഫീഷ്യൽ നെയിം മാത്യു വർഗീസ്. എന്തായാലും ഫോമയുടെ നല്ലൊരു കാഴ്ച കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ സന്തോഷം. സാർ എന്താണ് ലൈൻ ഓഫ് പ്രൊഫഷൻ? പ്രൊഫഷണൽ ഞങ്ങൾ മെഡിക്കലിലാണ്. മെഡിക്കൽ ഡോക്ടറാണോ? ഡോക്ടറല്ല, മെഡിക്കൽ ലാബ് ടെക് ആയിട്ട്. നാട്ടില് വായ്പാട് എന്ന സ്ഥലമുണ്ട്. ഹരിപ്പാട് വായ്പാടാണ്. വള്ളംകളി സ്ഥലമാണ്. ഓ, ഹരിപ്പാടും വായ്പാടും ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഇവരെയൊക്കെ അറിയാമായിരുന്നോ രാജേഷിനെയൊക്കെ? സാറേ പേരെന്ന് പറഞ്ഞേക്കാവോ? എൻ്റെ പേര് സണ്ണി എന്നാണ്. കോട്ടയം കുറുപ്പന്തറ. ഇവിടെ ഫോമയുടെ കൺവെൻഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ഫോമയുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തത്തിലോടുന്ന, അതായത് നമ്മുടെ സിരകളിലോടുന്ന രക്തം പോലെയാണ്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് വെരി നൈസ് കൺവെൻഷൻ. താങ്ക് യു. മേളിലൊരു ചെറിയ ഹെൽപ്പ് നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹ്യൂസ്റ്റണിൽ നിന്ന് 100 വോളണ്ടിയേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവരെ പോയി ഒന്ന് കണ്ട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വരണമെന്ന് അപേക്ഷിക്കുന്നു. ഒന്നുകൂടെ ആണ്. നിങ്ങൾ കഴിച്ചതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിൽ ഒരു ചെറിയ ഹെൽപ്പ് ഫെയർ നടക്കുന്നുണ്ട്. ആരുടെയും രോഗങ്ങളൊന്നും നോക്കുന്നതല്ല, ജസ്റ്റ് അങ്ങോട്ട്. അത് കഴിഞ്ഞ് അവിടെ പല പ്രസന്റേഷൻസ് ഉണ്ട്. അതിന് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം. അതർവൈസ് ജസ്റ്റ് സേ ഹലോ ടു എവരിബഡി ഓൾ ദ വോളണ്ടിയേഴ്സ്. ചൂഷണം ചെയ്യുവാണല്ലോ. അതെ, 4 ദിവസം ഇവിടെ കാശ് കൊടുത്ത് വന്നതല്ലേ? അതെ അതെ. പേര്? എൻ്റെ പേര് തോമസ് ഫ്രം കാനഡ. നാട്ടിൽ തലയോലപ്പറമ്പ്, വൈക്കം. കാനഡയിൽ എവിടാ? കാനഡയിൽ ഒറിജിനൽ മിസ്സസാഗ, ബട്ട് നോൺ ആസ് ടൊറാൻഡോ. ടൊറാൻഡോ. ഓ, ഓക്കെ ഓക്കെ. താങ്ക് യു. സാർ എന്താ ലൈൻ ഓഫ് പ്രൊഫഷൻ? പൊളിറ്റിക്സ് ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ഏത് ബിസിനസ്? ബിസിനസ് റിയൽ എസ്റ്റേറ്റ്. 45 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ. നാട്ടിൽ എവിടെയെന്നാണ്? തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പുകാരുണ്ടോ ഇവിടെ ഒത്തിരി? പിന്നെ ഇരിക്കുന്നതൊക്കെ അല്ലേ ഇവിടെ ഇഷ്ടം. പേരെങ്ങനെയായിരുന്നു നാട്ടിലെ? പുല്ലാട്. ഓക്കെ. ഇത് ഹായ്. just tell like that. Mike it is. എൻ്റെ പേര് ട്രീസ. തോമസിൻ്റെ വൈഫാണ്. മക്കളൊക്കെ? 3 പേരുണ്ട്. ഒരാൾ ഫോറിനുണ്ട്. ഗ്രാൻഡ് കിഡ്സ്? ലിജി എന്തായാലും പറഞ്ഞേ. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പന ബസാറിൻ്റെ കേറ്ററിംഗ് ഈസ് വെരി നൈസ്. ഞങ്ങൾക്ക് ഫുഡ് നല്ലായിരുന്നു. ഫോമയുടെ പ്രോഗ്രാമൊക്കെ നല്ലതായിട്ട് പോകുന്നു. 3rd ഡേ ആണ്. വി ആർ റിയലി എൻജോയിങ് ഇറ്റ്. ഇന്നലത്തെ പ്രോഗ്രാം നല്ലായിരുന്നു. വേടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. ഓവറോൾ വെരി ഗുഡ്. താങ്ക് യു. എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുന്ന താല്പര്യമാണെന്ന് ചിന്തിക്കും. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. പേര് ബ്രിജേഷ്. നാട്ടിൽ എൻ്റെ പേര് ബ്രിജേഷ്. നാട്ടിൽ കോട്ടയത്താണ്. കോട്ടയം നാടകം. ഞാൻ കോട്ടയം CMSലാണ് പഠിച്ചത്. ഞങ്ങൾ ഡെലവറിലാണ്. ഡെലവർ പെൻസിൽവാനിയ ബോർഡർ ഡെലവറിലാണ്. CMSൻ്റെ അലുമിനിയിലൊക്കെ ഉണ്ടോ? ആക്റ്റീവായിട്ടില്ല. CMSലാണോ പഠിച്ചത്? ഞാൻ CMSലല്ല, വൈഫ് അവിടെ പഠിച്ചത്. പക്ഷേ ഇവിടുത്തെ ഹ്യൂസ്റ്റണിൽ CMS ഭയങ്കര ആണോ? ഇവിടെ ഇതിനകത്തുണ്ടല്ലോ CMSകാർ. ഞാൻ കാണിക്കാം ചിലപ്പോൾ.
ഓക്കെ. എന്താ ലൈൻ ഓഫ് ജോബ് ഒക്കെ? ഞാൻ JP Morgan ചേസിലാണ് വർക്ക് ചെയ്യുന്നത്. JP Morgan. ഓക്കെ, ഫിനാൻസിലാണ്. പിന്നെ IT യിലാണ്. മനസ്സിലാവും. ബാങ്കിങ് IT യിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ എവിടെയായിട്ടാണ് വീട്? ഞാൻ പോളിടെക്നിക്ക് പഠിച്ച 3 വർഷം അവിടെയൊക്കെ മറിയപ്പള്ളിലൊക്കെ താമസിച്ച്. ഞാൻ എക്സാക്ട് മറിയപ്പള്ളില്ല. അതല്ലേ മറിയപ്പള്ളി. അവിടെ ഒരു ഗോപിച്ചേട്ടൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു അന്ന് പണ്ട്. അങ്ങേരുടെ ഒരു മുളക് ഫാക്ടറി ഉണ്ടായിരുന്നു. ആ 3 നില കെട്ടിടം. അതിനകത്തൊക്കെ ഞങ്ങൾ ഒത്തിരി നാള് ഓപ്പോസിറ്റാ. ശരി. അതായത് അവിടെ ടാങ്ക് ഉണ്ട്. ശരി. അന്ന് ആ ചേട്ടൻ്റെ കടയെ ഉള്ളായിരുന്നു പറയപ്പള്ളി. അതൊരു 4 ഏത് വർഷമോ? 78, 81. ഓക്കെ. ഞാൻ കറിച്ചാട്ടില്ല. അപ്പം ഞാൻ ജനിക്കുന്നതിന് അതാണ് ഞാനിപ്പോൾ ഓൾറെഡി അവിടുന്ന് ഔട്ടായിട്ട് 50 വർഷത്തോളം 55 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. അല്ല പോളി കഴിഞ്ഞപ്പോൾ. പോളി കഴിഞ്ഞിട്ട്. ഓക്കെ. അല്ല ഇപ്പോൾ 55 ആയില്ല, 45. അത് ശരിയാ. ഞാൻ 70. പേര് സെനി. സെനി. നാട് കറിച്ചാൽ. ഓക്കെ. എൻ്റെ അച്ഛൻ്റെ തറവാട് ശരിക്കും തോട്ടക്കാടാ. തോട്ടക്കാടാ. ആനയൊക്കെയുള്ള വീടാണോ? അതെ. കുറുപ്പ് മുക്കാട്ടെന്ന് പറയും. അറിയാം. കാരണം നമ്മളവിടെ എല്ലാം കുറുപ്പന്മാരാണ്. ഒരു പാർപ്പാവള എന്ന് പറയുന്നത്. പാർപ്പാവളവിൻ്റെ സൈഡിൽ അവിടെയുള്ള റബ്ബർ എസ്റ്റേറ്റ് ആണ്. പിന്നെ അവിടെ ഞാൻ കറിച്ച NSSലാണ് പഠിച്ചത്. എനിക്കപ്പം എല്ലാവരുമായിട്ട് അറിയാവുന്നതാണ്. കുറുപ്പന്മാരുടെ നാടാണല്ലോ. നമ്മൾ തോട്ടക്കാടാ. അപ്പോൾ താങ്ക് യു. സന്തോഷം. തന്നെയാണോ വന്നേ? തന്നെയല്ല. ഞാൻ റെഡി. എൻ്റെ ഒരു മധു. ഞാൻ ഡെലവറിന്നാണ് വരുന്നത്. പിന്നെ ഞങ്ങളെല്ലാം JP Morgan ചേസിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ മലപ്പുറം. എത്ര വർഷമായി അമേരിക്കയിൽ? 12 വർഷം. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം മഞ്ചേരിയിൽ. മധു എന്നല്ലേ? സോറി. ഹലോ. എന്തോടി ചേട്ടാ പേരെന്ന് പറയാമോ? പേരെന്ന് പറയാമോ? AB വർഗീസ്. എവിടുന്നാണ് വരുന്നത് ചേട്ടൻ? ന്യൂയോർക്കിൽ. നാട്ടിലെവിടെ? നാട്ടിലെ എടത്തുവാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത്. എടത്തുവായിലോ? ഓക്കെ. ജനിച്ചു വളർന്നല്ലോ എടത്തുവായില്ല. ഓക്കെ. പഠിച്ചതൊക്കെ എല്ലാം എടത്തുവാലാണ്. SD കോളേജിലോ? കോളേജിലില്ല, ഹൈസ്കൂൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ. ഓക്കെ. അന്ന് 10 മതിയായിരുന്നോ? 15 വർഷം. 10 മതിയായിരുന്നോ എയർഫോഴ്സിൽ? 12. ഞങ്ങൾ 12 പഠിച്ചു. അന്ന് 12 വരെ പഠിച്ചു. അല്ല, 11. ഓക്കെ. അത് ഏത് വർഷമായിരുന്നു 11 പാസ്സായ? 1963. എന്നിട്ട് 1961. ഞാൻ ജനിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2 വർഷം ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. ഓക്കെ. എന്നിട്ട് രാജസ്ഥാനിൽ 6 മാസം ജോലി ചെയ്ത് സ്റ്റെനോഗ്രാഫറായിട്ട്. രാജസ്ഥാനിൽ എവിടെ? രാജസ്ഥാൻ ഉദയ്പൂരിൽ. ഏത് കമ്പനിയിലായിരുന്നു? ഉദയ്പൂർ ഡിസ്റ്റിലറി കമ്പനി ആൻഡ് ഓഫൽ കെമിക്കൽസ് എന്ന് പറയും. ഓക്കെ. അവിടെ സ്റ്റെനോഗ്രാഫറായിരുന്നു. ഓക്കെ. അന്ന് എത്ര ടൈപ്പ് സ്പീഡ് ഉണ്ടായിരുന്നു? ടൈപ്പിൻ്റെ സ്പീഡ് എത്ര ഉണ്ടായിരുന്നു? 75. അവിടെ എങ്ങനെയാണ് ചെന്ന് പറ്റിയത് രാജസ്ഥാനിൽ? എൻ്റെ സിസ്റ്റർ ഉണ്ടായി, കസിൻ സിസ്റ്റർ. ഓക്കെ. അവർ കൊണ്ടുപോയത്. ഇഷ്ടമായിരുന്നു? ഭയങ്കര ചൂടല്ലായിരുന്നോ? അല്ല, കുഴപ്പമില്ല. എത്ര ദിവസം ജോലിയുണ്ടോ? 6 ദിവസം ജോലി ഉണ്ടാവും. 6 ദിവസം ജോലി ഉണ്ടായിരുന്നു. 6 മാസമേ ചെയ്തുള്ളൂ. പിന്നെ എയർഫോഴ്സിൽ പോയി. 63 നവംബർ. അത് ശരി. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എവിടെ നിന്നാണ് നടന്നത്? രാജസ്ഥാനിൽ വെച്ച് തന്നെ, ഉദയ്പൂർ വെച്ച് തന്നെയാണ്. അവിടെ സിവിൽ സൈഡായിരുന്നോ? ഓഫീസ് സ്റ്റാഫ് ജോബായിരുന്നോ മിലിറ്ററിയിലെ? അല്ല, എന്തോ എയർഫോഴ്സിലെ ടെലിഫോൺ ഓപ്പറേറ്റർ. ഇച്ചിരി ഈസി ജോബാ, ഓഫീസ് ജോബാ. അതെ. റൈഫിൾ എടുത്ത് പോകുമൊന്നും വേണ്ട. വേണ്ട. ഓ ശരി. അത് ഏത് ക്യാമ്പിലായിരുന്നു? അവിടെ എയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ. അവിടെ വെച്ച് ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരുന്നു എങ്കിലും എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഉണ്ട് സ്റ്റെനോഗ്രാഫറിൻ്റെ. അപ്പോൾ അവിടെ ഓഫീസിൽ തന്നെ ടൈപ്പിസ്റ്റായിട്ട് ഞങ്ങളുടെ സ്വന്തം ഓഫീസിൽ. ഓക്കെ. അന്ന് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു മിലിറ്ററിയിൽ? 500 ഉണ്ടോ? 450, 500, 800 മറ്റോ അങ്ങനെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് വെച്ച് നാട്ടിലൊക്കെ പോകുമായിരുന്നോ? പിന്നെ കുഴപ്പമില്ല. 2 മാസം മിലിറ്ററി ജോലിയാ? അതായിരുന്നു. അത് ശരി. എന്നിട്ട് ചേട്ടന് കല്യാണമൊക്കെ എന്നാ കഴിക്കുന്നത്? കല്യാണം 1973 ഡിസംബർ 27 ആയിരുന്നു. 97. അത് ഞാൻ ആഗ്രയിലായിരുന്നപ്പോഴും എൻ്റെ സിസ്റ്റർ ഒരു കല്യാണം ആലോചിച്ചാണ്. എൻ്റെ വൈഫ് ആഗ്രയിൽ തന്നെയായിരുന്നു. ഓ ശരി. എന്നിട്ട് ആഗ്രയിൽ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നോ? പിന്നെ അതെ. എന്നിട്ട് അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു ആഗ്രയിൽ?
ആഗ്രയിലെ 3 വർഷം. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈഫിങ് അമേരിക്കയിൽ പോയിരുന്നു. അമേരിക്കയിൽ 75-ൽ. വൈഫ് ഏത് ഹോസ്പിറ്റലായിരുന്നു ആഗ്രയിൽ? SN ഹോസ്പിറ്റൽ. ഓക്കെ. അവിടുന്ന് അമേരിക്കയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റിയേ? അവിടുന്ന് ഫയൽ ചെയ്ത് ഞങ്ങളുടെ ഒരു ഏജൻറ്റ് ഉണ്ടായിരുന്നു. ആ ഏജൻറ്റ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഡൽഹിയിലായിരുന്നു. അപ്പോൾ സാറിന് എയർഫോഴ്സിൽ നിന്ന് വിട്ടുപോകാൻ ഇതില്ലായിരുന്നു, ബുദ്ധിമുട്ട്? ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പോരാൻ സാധിച്ചു. 15 വർഷം കഴിഞ്ഞിട്ട്. പെൻഷനൊക്കെ ഉണ്ടോ? പെൻഷനുണ്ട്. വെരി ഗുഡ്. ഓക്കെ. സാറ് ഏറ്റവും അവസാനം ഇന്ത്യ പോയതെന്നാ? 24 പോയി. 24 പോയിട്ട് ലാസ്റ്റ് ഇയർ ഈവൻ ദിസ് ഇയർ എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ബുക്ക് ചെയ്താൽ 3 പ്രാവശ്യം സുണോയ്ക്കകത്ത് വീണുകൊണ്ട് കാലല്പം ഡാമേജ്. പിന്നെ അതിനുശേഷം ഫെബ്രുവരി 20 ഭയങ്കര സ്നോ ന്യൂയോർക്ക് ഉണ്ടായിരുന്നു. 20 ഇഞ്ചോളം ഉണ്ടായിരുന്നു. അത് അവർ ക്യാൻസലാക്കി ഫ്ലൈറ്റ്. പിന്നെ മാർച്ച് 1 അവർ വീണ്ടും ഞങ്ങളെ ബുക്ക് ചെയ്തു. അന്ന് ഇറാനും ആയിട്ടുള്ള യുദ്ധം അത് ക്യാൻസലാക്കി. കിട്ടിയ ഉടനെ ഇനി പോവും നാട്ടിൽ. മിക്കവാറും സെപ്റ്റംബർ പോകണം ആഗ്രഹിക്കുന്നു. നാട്ടിലെ നാട് എവിടെയെന്ന് പറഞ്ഞ്? ഇപ്പോൾ താമസിക്കുക കാക്കനാട്, എറണാകുളം. നേരത്തെ കുടുംബം എവിടെ ആയിരുന്നു? എടുത്തു. പറഞ്ഞല്ലോ. അവിടെ ആരുണ്ട് എടുത്തുവായാലിപ്പം? എടുത്തുവായാലും ഇപ്പോൾ ആരും ഇല്ല. സാറിന് 80 കഴിഞ്ഞല്ലേ? 80 കഴിഞ്ഞു. 83. യാത്ര ചെയ്യാം, കുഴപ്പമില്ല. പെൻഷൻ ഉണ്ടല്ലോ. പിന്നെ അതെ. ഇവിടെ എന്തുവാ ജോലി ചെയ്തത്? ഇവിടെ ഞാനിപ്പോൾ റിട്ടയർഡായി. ആണോ? എന്താ ചെയ്തേ? ഞാൻ ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റിലെ സ്റ്റോർ റൂമിൽ. എല്ലാം മിലിറ്ററി കൊണ്ട് നല്ല ജോബൊക്കെ ആയിരുന്നേ. അതെ. നോർത്ത് ഇന്ത്യക്ക് പോകാനേ അന്ന് പെങ്ങൾ സഹായിച്ചില്ലായിരുന്നു, എന്തോ ആയനായിരുന്നു. അതെ, ശരിയാ. പെങ്ങളിപ്പോൾ എവിടെയുണ്ട്? പോയി. എവിടെ ആയിരുന്നു? അമേരിക്കയിലുണ്ടായിരുന്നോ? അമേരിക്കയിൽ വന്നില്ല. സാർ ആരുടെ സിബ്ലിങ്സ് ആരുണ്ട് ഇവിടെ? സാറിൻ്റെ സ്വന്തക്കാരുണ്ട് ഇവിടെ? ഇവിടെ ഒരുപാട് പേരുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സ് 2 പേർ. പറഞ്ഞു. ഇവിടെ എൻ്റെ സിസ്റ്റേഴ്സ് പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു. 5 പേരും ഉണ്ട് ഇവിടെ. ഒരു സിസ്റ്ററിന് 6 മക്കളുണ്ട്. 6 മക്കൾ ഇവിടെ തന്നെയാണ്. അപ്പം എല്ലാം ഞങ്ങൾ ന്യൂയോർക്ക് പോർട്ട്ചെസ്റ്റർ എന്ന് പറയും. അവിടെ എല്ലാവരും അടുത്ത് തന്നെ. ന്യൂയോർക്കിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലോട്ടൊന്ന് മാറാൻ തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അവിടെ അങ്ങ് മക്കളൊക്കെ അവിടെ ജോലിയൊക്കെ ആയി, എല്ലാം നല്ലതായി. പിന്നെ മാറാനൊരു താല്പര്യമില്ല. ഓക്കെ. ട്രാൻസിറ്റ് പെൻഷനൊക്കെ ഉള്ള ജോബാണോ? ആണോ? ഓക്കെ. വൈഫ് എവിടെ ജോലി ചെയ്തു? ഏത് ഹോസ്പിറ്റൽ? ആഗ്രയിൽ ജോലി ചെയ്തു. SN ഹോസ്പിറ്റൽ. ഇവിടെ അമേരിക്കയിലെ പോർട്ട്ചെസ്റ്റർ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തു. വൈപ്പ് ലൈൻസിലെ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തു. അത് റിട്ടയറായി. ഇഷ്ടമായിരുന്നു ജോലിയൊക്കെ? കുഴപ്പമില്ലാതെ. മക്കളൊക്കെ എത്തിട്ടായി? 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ആണും വൈഫും ജോലി ചെയ്യുന്നുണ്ട്. ഒരു മകനെ 10ാം ക്ലാസ് പഠിക്കുന്നു. ഇപ്പോൾ 10ാം പോകുന്നു. 9th കഴിഞ്ഞു. മോൻ 10ോട്ട് പോകുന്നു? കൊച്ചുമോൻ. മറ്റേ ഒരു മോളുണ്ട്. അവൾ ലോസ് ആഞ്ചൽസിലാണ്, കാലിഫോർണിയ. അവർക്ക് 2 പെൺകുട്ടികൾ. അവരവിടെ സ്വാരി ജീവിക്കുന്നു. ഈ ഫോമയുടെ എങ്ങനെ ബന്ധം? പണ്ട് മുതലേ ഫോമയിലുള്ള ഒരു പ്രാവശ്യം റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ 2 പ്രാവശ്യം നാഷണൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം വെച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പേരെങ്ങനെയാന്ന് പറഞ്ഞു? AV വർഗീസ്. ഏത് പള്ളിയിലാണ് പോകുന്നത്? ന്യൂയോർക്കിലെ സെൻറ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ. മർത്തോമക്കാരുണ്ടല്ലേ? ശരി. ആനപ്പുറമ്പാലൊക്കെ അടുത്താണോ? ആനപ്പുറമ്പാല ഞങ്ങളുടെ ആക്ച്വലി ആനപ്പുറമ്പാക്കാരല്ല. ഇടത്തോന്ന് പറയുന്നെങ്കിലും ആനപ്പുറമ്പാല. എൻ്റെ ഒരു കസിനെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. എവിടെ? വീട്ടുപേര് എന്തൊക്കെ പ്രയാസമാണ് പറയാൻ? വീട്ടുപേര് പറയാൻ പ്രയാസമാണ്. എൻ്റെ വീട്ടുപേര് അഞ്ചേരിൽ നിന്നാണ്. അഞ്ചേരിൽ. ഓക്കെ. സാറ് ഇപ്പം ന്യൂയോർക്കിൽ താമസിക്കുന്നല്ലേ? ന്യൂയോർക്കിൽ താമസിക്കുന്നല്ലേ? ഓക്കെ. ഹ്യൂസ്റ്റണിൽ ഇപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടോ? ഹ്യൂസ്റ്റണിൽ നേരത്തെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. സന്തോഷം സാറെ പരിചയപ്പെട്ടതിൽ. ഒത്തിരി സന്തോഷം. താങ്ക് യു. പാട്ട് പാടുമോ? ഇല്ല. ഓക്കെ. പേരെങ്ങനെയാണെന്ന് പറയാമോ? എവിടെ നാട്ടിൽ? ഓക്കെ. പഠിച്ചതൊക്കെ? പഠിച്ചത് നഴ്സിംഗ് പഠിച്ചു. ഇവിടെ മെഡിക്കലാണ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്രാമത്തെ വയസ്സ് വന്നു? ആ ഒരു പ്രായത്തിൽ വന്നല്ലേ? 29. ഇവിടെ ഇതിലാരൊക്കെ ഫാമിലിയിലുള്ളത്? എല്ലാവരും ഫാമിലി. ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആരാ?
അദ്ദേഹം പോളിടെക്നിക്ക് പഠിച്ച അറിയാമോ? അറിയാം, തൃശ്ശൂർ പഠിച്ചതാണ്. എന്താ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ? വളരെ ഷാർപ്പായ ആളാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എഞ്ചിനീയറായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. 10-20 വർഷമായിട്ട് ഇവിടെയുണ്ട്. ലോസ് ആഞ്ചലസിൽ താമസിക്കുന്നു. താങ്കൾ എന്ത് പഠിച്ചത്? ഞാൻ ഇവിടെ നേഴ്സായിട്ട് വന്ന് ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഓൺകോളജിയുടെ ചാർജ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വെരി ഗുഡ്. ഞാനും പോളിടെക്നിക്ക് പഠിച്ചു, അതുകൂടെ ചോദിച്ചത് കേട്ടോ. ഇതിൽ ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരാളെ എന്താ പറ്റിപ്പോയേ? എന്താ പറ്റിയെന്ന് പറഞ്ഞു? അല്ലല്ല, ഞാൻ ബ്ലഡ് ഷുഗർ ഇത് നമ്മൾ നോക്കി എല്ലാം നോർമലാണ്. എല്ലാം നോർമലായിട്ട് നിൽക്കുന്നു. നല്ലൊരു പരിപാടിയല്ലേ? അവർ നല്ല വർക്ക്, നല്ല ടീമാണ്. ആരാ ഇത്? മെഡിക്കൽ ടീം ആൻഡർസൺ. ഷുഗർ ചെക്ക് ചെയ്യുമോ? ചെക്ക് ചെയ്യും. എല്ലാം നോർമലായിട്ട് കാണുന്നു. When you're happy and you know it, clap your hands. When you're happy and you know it, clap your hands. When you're happy and you know it and you really want to show it. When you're happy and you know it, clap your hands. Hello, testing. This is Sam, testing. ഞെക്കണമല്ലോ. ഹലോ. ഫോമ ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ തിരശ്ശീല സാറ്റർഡേ ഇന്ന് പൂർണ്ണമാകുകയാണ്. അതിൽ കഴിഞ്ഞ 2 ദിവസവും വളരെ ഗംഭീരമായിട്ട് ഹൂസ്റ്റണിൽ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓഫ്ലാൻഡിലായിരുന്നു നമ്മുടെ കൺവെൻഷൻ. അത് ഇവിടെ ലാൻഡിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡും വന്ന എല്ലാ അതിഥികളും എല്ലാ അറേഞ്ച്മെൻറ്റും വളരെ ഗംഭീരമായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂസ്റ്റൺ മീഡിയ ചെയർ സൈമൺ വാളച്ചേരിൽ. സൈമണിൻ്റെ നാട് എവിടെയാണ്? കുമരം. എത്ര നാളെ അമേരിക്ക വന്നിട്ട് 24 വർഷമായി. ഫോമയിൽ എത്ര നാളായിട്ട്? ഫോമ തുടക്കം മുതലേ ഉള്ള ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഏതാണ് ലൈൻ ഓഫ് ജോബൊക്കെ പറഞ്ഞാൽ? ഞാൻ ബൈ പ്രൊഫഷൻ എയറോസ്പേസ് എഞ്ചിനീയറാണ്. ഞാൻ ചിക്കാഗോയിൽ 10 വർഷം ബോയിങ്ങിൻ്റെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കർട്ടീസ് റൈറ്റ് എന്ന് പറയുന്ന കോർപ്പറേഷനിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അൻസുൽ അലബാമയിൽ എയറോസ്പേസിലായിരുന്നു. ഇവിടെ എമേഴ്സൺ എന്ന് പറയുന്ന ന്യൂക്ലിയറിൻ്റെ എയറോസ്പേസ് എഞ്ചിനീയറിങ് കഴിഞ്ഞു. അതിനോടൊപ്പം 10 വർഷമായിട്ട് നമ്മുടെ ഒരു നേർക്കാഴ്ച എന്നൊരു പത്രമുണ്ട്. അതും പാരലായിട്ട് കൊണ്ടുനടക്കുന്നു. എല്ലാം ദൈവകൃതാൽ. ഹൂസ്റ്റണിൽ എല്ലാവർക്കും, അമേരിക്കയിലുള്ള എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിക്കാഗോയിലായിരുന്നു. ഹൂസ്റ്റണിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയും നമ്മുടെ തനിമയും എല്ലാം അറിയുന്നത്. അതുകൊണ്ട് ഹൂസ്റ്റണിലെ എല്ലാ മലയാളികൾക്കും സ്വാഗതം ചെയ്യുന്നു. ഫോമയ്ക്ക് വന്ന എല്ലാ മലയാളികൾക്കും മീഡിയയുടെ പേരിലും ഫോമയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഇത്തവണത്തെ ഫോമയുടെ ഒരു സംഘാടനത്തിൽ എന്താണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം, അതുപോലെ നല്ലതായിട്ട് വന്നത്? പ്രയാസപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 വർഷം ഓഫ്ലൈനിലായിരുന്നു. അപ്പം ഇവിടെ വരുന്ന ആളുകളെ അവരുടെ ഫുഡ്, അതുപോലെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു ചെറിയ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ നമ്മുടെ സബ് കമ്മിറ്റി വളരെ സജീവമായി പ്രവർത്തിച്ച കാരണം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വളരെ നാളെ ഒരു പതിനോടുകൂടി ചിരിച്ച മുഖമായിട്ട് എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ്. ദൈവകൃപയാൽ എല്ലാം നന്നായിട്ട് നടന്നതിൽ എല്ലാവരും സന്തോഷിക്കുന്നു. താങ്ക് യു. ഇതുപോലുള്ള ഈ ബിഗ് ഫംഗ്ഷൻ ആവറേജ് കോസ്റ്റ് എത്രയാവും നമ്മുടെ അക്കോമഡേഷൻ എല്ലാം കൂടെ? ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫംഗ്ഷനിൽ പോകണമെങ്കിലും നമ്മളിപ്പോൾ 3-4 ദിവസം ഫുഡുണ്ട്, ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ, റൂമുണ്ട്, ഫ്രീ എയർപോർട്ട് പിക്കപ്പ്, പിന്നെ ഇവിടുന്ന് നമുക്ക് സൈറ്റ് ടൂർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ഫാമിലി രജിസ്ട്രേഷന് ഹോൾ ഫംഗ്ഷൻ ഒരു 1000-1200 വരെ ആകുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷം കൂടെ വരുന്ന കൺവെൻഷനല്ലേ, നമ്മുടെ ഒരു ഈ ഫോമ എന്ന് പറയുന്നത് 100-ൽ പരം അസോസിയേഷൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ. അപ്പം ആ 100-ൽ പരം ഓർഗനൈസേഷൻ സിറ്റിയിലുള്ള ആളുകളെ വന്നു കഴിയുമ്പം ഇവിടെ ഒരു മതത്തിൻ്റെ ഒരു
ഒരു കൺവെൻഷനല്ല, ഇതെന്ന് പറയുന്ന ഒരു മലയാളിയുടെ സംഘമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കൺവെൻഷൻ പോയി കാണുന്ന ആളുകളും കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്, ഒരു സന്തോഷമാണ്. ഏവർക്കും ഫൊക്കാന കൺവെൻഷനിലേക്ക് സ്വാഗതം. ഫാമിലിയൊക്കെ കുടുംബമൊക്കെ ഫാമിലി ഉണ്ട്. ഫാമിലി ഇവിടെ അടുത്ത് നേഴ്സാണ്, പുള്ളിക്കാരത്തിൽ വർക്ക് ചെയ്യുന്ന വെറ്ററൻ ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾ മിസോർ സിറ്റി മലയാളികളുടെ കേന്ദ്രം അവിടെ താമസിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിയും കുടുംബവും എല്ലാം അടുത്തടുത്തുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് വളാഞ്ചേരി സർ. താങ്ക് യു. ബിജു തോണിക്കടവിന് ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് സ്വാഗതം. ഫോമയുടെ അടുത്ത 2 വർഷത്തെ സാരഥിയാണ് ബിജു തോണിക്കടവ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. പ്ലീസ് വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു തോണിക്കടവിൽ. ഇന്നലെ നടന്ന ഫോമയുടെ തെരഞ്ഞെടുപ്പിൽ അടുത്ത 2 വർഷക്കാലം ഫോമയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഫോമയുടെ അംഗസംഘടനകളിൽ നിന്ന് കടന്നു വന്ന പ്രതിനിധികൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് സഹായം ചെയ്ത നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. തീർച്ചയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദിയോട് സ്മരിക്കുന്നു. തീർച്ചയായും അടുത്ത 2 വർഷക്കാലം ഫോമ എന്ന ഈ വലിയ സംഘടനയെ മുന്നോട്ട് അവിടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ബിജുവിൻ്റെ നാട് എവിടെയാണ്? ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് എന്ന് പറയാമോ? ഞാൻ നാട്ടിലെ പത്തനംതിട്ട ജില്ല റാന്നി തോണിക്കടവ് എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഞാനിപ്പം ഫ്ലോറിഡയിലാണ്, ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ താമസിക്കുന്നു. ഫോമയായിട്ട് എത്ര വർഷമായിട്ടുള്ള പരിചയമാണ്? 10-12 വർഷത്തോളം ഞാൻ ഫോമയുമായിട്ട് സഹകരിച്ചു. ഈ തവണത്തെ പാനലിൽ ജയിച്ചവരെ പേരെന്ന് പറയാമോ? എൻ്റെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് പോൾ പി ജോസ്, ട്രഷററായിട്ട് പ്രദീപ് നായർ, വൈസ് പ്രസിഡന്റ് സാമുവൽ മത്തായി, ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ മഞ്ജു പിള്ള, ജോയിൻറ്റ് ട്രഷറർ ജോൺസൺ കണ്ണൂക്കാട്. ഫോമയുടെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാമോ? തീർച്ചയായും ഫോമയുടെ 2 വർഷക്കാലം വളരെ വിപുലമായ പരിപാടികളോട് ആഘോഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോമ 20ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ 20ാമത്തെ വാർഷികം വളരെ വിപുലമായ പരിപാടികളോട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പരിപാടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെ ഒരു 20 ഭവനങ്ങളില്ലാത്തവർക്ക് വെച്ച് നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ അതെല്ലാം നാഷണൽ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് മറ്റ് ഫോമ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും. പ്രത്യേകിച്ച് യുവജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെയും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഫോമയിൽ ആകർഷിക്കുവാനും കൂടുതൽ അസോസിയേഷനെ ഫോമയിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം. പഠിച്ചതൊക്കെ എവിടെയാണ്? ഈ സംഘടന പാഠം എവിടെയാണ്? ഞാൻ നാട്ടിൽ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ യൂണിയൻ്റെ സാധാരണപ്പെട്ട തൊഴിലാളികളുമായി യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് ചെറിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷമാണ് ഞാൻ അമേരിക്കയിലെത്തിയത്. റാന്നിയിൽ നിന്നും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വളർന്നു വരുന്നു അമേരിക്കയിൽ. ജിമോൻ റാന്നി, താങ്കൾ എന്താണ് റാന്നിയുടെ ഒരു പ്രത്യേകത? റാന്നിയിൽ ഒത്തിരി നേതാക്കന്മാർക്ക് ഇടുക്കള വലിച്ചാൻ ഉൾപ്പെടെ രാജീവ് അബ്രഹാം, MC ചെറിയാൻ ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ വിജിലി പനവാളിയുടെ മകൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് റാന്നി. അവരുടെയൊക്കെ വലിയ പാതകളെ പിന്തുടർന്നാണ് ഞങ്ങളെപ്പോലുള്ള ഇതൊക്കെ പഠിച്ചു വന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് അതിൽ ചിലരോടെ കൂടെ MC ചെറിയാൻ്റെയും വിജിലി പനവാളിയോടെയും കൂടെ വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നവരെയൊക്കെ നന്ദിയോട് സ്മരിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഫോമയുടെ കേരള കൺവെൻഷന് പോയിട്ടിരുന്നു. ഫോമയുടെ കേരള കൺവെൻഷന് പോകുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കൺവെൻഷനും പോയിരുന്നു. അമേരിക്കയിലെ പ്രദേശങ്ങളൊക്കെ ഒത്തിരി ദൂരെയാണ്. എങ്ങനെയാണ് ഇവരെയൊക്കെ ഏകോപിക്കുന്നത്? അത് ഞാൻ ഫോമയിൽ വന്ന കാലം തൊട്ട് ഞാൻ അമേരിക്കയിലാണേലും എൻ്റെ റീജിയനിലാണേലും എല്ലാ അസോസിയേഷൻ പരിപാടികൾക്കും എല്ലാ റീജിയൻ്റെ പരിപാടികൾക്കും പോവുകയും അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏകോപനം എനിക്കൊരു പ്രശ്നമല്ല. തീർച്ചയായും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ട്. അതാണ് ഈ ഇലക്ഷനിലൂടെ പ്രതിഫലിച്ചത്. അത് തീർച്ചയായും തുടർന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുമെന്ന് 100% വിശ്വസിക്കുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ് ബിജു. കാരണം നിങ്ങളുടെ പാനൽ ഒരുപാട് വർക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വിജയത്തിൽ ആഹ്ലാദത്തിൽ എല്ലാം ഞങ്ങളും പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആരാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ ബിജു പന്തളം, ഫോമയുടെ ഫോർമർ PRO ആയിരുന്നു. ഇപ്പോൾ പുതിയ റീജിയൻ്റെ RVP ആണ്, റീജിയണൽ വൈസ് പ്രസിഡൻറ്റ് ഫ്രം ലാസ് വേഗാസ്. ഞങ്ങളുടെ പുതിയ റീജിയൻ്റെ പേര് മൗണ്ടൻ റീജിയൻ. ഓക്കെ. ഈ കൺവെൻഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു കൺവെൻഷനായിട്ട് ഈ ഹൂസ്റ്റൺ കൺവെൻഷൻ
മാറിയിരിക്കുകയാണ്. ബേബി മണക്കുന്നേൽ എന്ന് പറയുന്ന പ്രസിഡന്റ് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതിൽ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. സന്തോഷം. എല്ലാവർക്കും ഭാവങ്ങൾ. പന്തളത്ത് മാവേലിക്കര റോഡിലാണ്. പന്തളം പ്രോപ്പർ തന്നെയാണ്. ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് കോളേജ് വരെ പന്തളത്താണ് പഠിച്ചത്. അതുകൊണ്ട് പന്തളം നമ്മുടെ നാടാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പന്തളം NSS. ലെവൽ പഠിച്ചു? ബികോം. 5 വർഷം അവിടെ തന്നെ? അതെ. മൊത്തം സ്കൂൾ തൊട്ട് നമ്മൾ കോളേജ് വരെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ബികോം 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പോലീസിൽ കയറി. പോലീസിൽ SI ആയിട്ട് കളമശ്ശേരി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവധിയെടുത്ത് അറാംകോയിൽ പോയി. സൗദി അറാംകോയിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിയുന്നു, കുട്ടികളുണ്ടാകുന്നു. പിന്നെ വൈഫ് BSc നേഴ്സായിരുന്നു. അവർ CGFNS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ് 2004. പിന്നെ വേഗസിലാണ് ഞങ്ങൾ സെറ്റിൽ ആകുന്നത്. ഇപ്പോൾ ഡാലസിലോട്ട് മൂവ് ചെയ്യാനുള്ള പ്ലാൻ. എല്ലാം സെറ്റായിട്ടുണ്ട്. പ്രോപ്പർട്ടി ഞങ്ങൾ ലാൻഡ് മേടിച്ച് കസ്റ്റം മെയ്ഡ് ഹോം പണിയാനുള്ള പരിപാടിയാണ്. വിത്തിൻ 2 years. ഇപ്പം ഞാൻ ലാസ് വേഗസ്. നല്ല ചൂടാണെങ്കിലും ഇറ്റ്സ് എ ഗ്രേറ്റ് ഗാംബ്ലിംഗ് സിറ്റി. ക്യാപിറ്റൽ ഓഫ് എന്റർടൈൻമെന്റ് സിറ്റിയാണ്. പോലീസിൽ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് 1 year. അതെ, ഒരു വർഷം കഷ്ടപ്പാടാണ്. ആദ്യം അറിയാമല്ലോ, തുടക്കത്തിൽ ബിഗിനേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വേറെ ഒരു ഓഫീസറുടെ താഴെയാണ് നമ്മൾ വർക്ക് ചെയ്ത് വരേണ്ടത്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവധിയെടുത്ത് പോകേണ്ടി വന്നത്. അറാംകോയിൽ ഞാൻ ടെക്നിക്കൽ കോർഡിനേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊജക്ട് കോർഡിനേറ്ററായി. അങ്ങനെ കുഴപ്പമില്ല. എനിക്കൊരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഞാൻ ഡിപ്ലോമ എടുത്തായിരുന്നു. NSS പോളിടെക്നിക്കിൽ നിന്ന് തന്നെ. പരമ്പാല. അന്ന് ഒരു ഇൻഡോ കനേഡിയൻ സംരംഭം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് മാറിയിട്ട് 2 ഒരേ സമയത്ത് തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. ഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായതുകൊണ്ട് വലിയ പഠിത്തത്തിലേക്ക് പോയില്ല. എന്നാലും നമ്മൾ നോക്കാതെ പഠിച്ചു. പൊതുപ്രവർത്തനം പണ്ട് തൊട്ടേ ഉണ്ട്. ബാലവന സഖ്യത്തിനിടെ വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഏത് വർഷം ഇലക്ട്രിക്കൽ പാസ്സായ? ഞാൻ 91-ലാണ്. എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ഈ ഇൻഡോ കനേഡിയൻ പ്രോഗ്രാം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അന്നത്തെ സോഫ്റ്റ്വെയറിൻ്റെ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അവർക്ക് എല്ലാം അറിയാവുന്ന ഇംഗ്ലീഷ് അറിയണം, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം, കമ്പ്യൂട്ടർ സയൻസ് അറിയണം, എല്ലാം കൂടെ ഉള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് അവർ നോക്കിയത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എല്ലാവരും കൂടെ മാച്ച് ചെയ്ത് വന്നത് എൻ്റെയാണ്. അപ്പോൾ അവരെന്നെ ഹയർ ചെയ്തു. അതുകൊണ്ട് അവിടെ ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ചാൽ. ഇൻഡോ കനേഡിയൻ ജനറേഷൻ സൈഡാണ്. ഇൻഡോ കനേഡിയൻ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളൊരു വെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വെഞ്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പോളിടെക്നിക്കിലും കോളേജിലും ഒക്കെ കമ്പ്യൂട്ടർ IBM-ന്റെ കമ്പ്യൂട്ടർ കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അത് ഇൻഡോ കനേഡിയൻ സംരംഭമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് കല്ലുപ്പാറയാണ്. സണ്ണി കല്ലുപ്പാറ പുതിയതായിട്ട് RVP ആണ്. ജയിച്ചു. ഞാനും ഒരു RVP ആണ്. ഞങ്ങൾ RVP-കൾ കുറേ പേരുണ്ട്. നല്ലൊരു ടീമാണ്. ബിജു തോണിക്കട എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ്, ദീപ്ത പ്രസിഡന്റ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോമയുടെ കാര്യങ്ങൾ ഇനി ഉന്നതിയിലേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനെല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഗതം കല്ലുപ്പാറ. സണ്ണി കല്ലുപ്പാറ എന്താ പറയുന്നത്? നമസ്കാരം. നല്ല മനോഹരമായ ഒരു കൺവെൻഷനാണ് ഹൂസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് സമാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫോമയുടെ നാഷണൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കൺവെൻഷൻ നടത്തി എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഈ കമ്മിറ്റി പടിയിറങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും, അതുപോലെ തന്നെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാ നന്മകളും നേർന്നവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് എംപയർ റീജിയനിൽ നിന്നാണ് വരുന്നത്. എംപയർ റീജിയൻ്റെ RVP ആയിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
നാട്ടിൽ കല്ലുപ്പാറ എവിടാ? കല്ലുപ്പാറ കടമാങ്കുളം. പഠിച്ചൊക്കെ എവിടെയാണ്? പഠിച്ചത് BM കോളേജ് തിരുത്തിക്കാട്. എത്ര വർഷം? അവിടെ 84 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 84 അമേരിക്കയിലേക്ക് വരുന്നത്. ഏത് ഇവാഞ്ചലിക് സഭ ആണോ? അല്ലല്ലോ, ഓർത്തഡോക്സ് ആണോ ഇവാഞ്ചലിക്കലാണോ? സഭ ഏതാണ്? മർത്തോമ സഭയിലാണ് ഞാൻ. മർത്തോമ ചർച്ചിലാണ് ഞാൻ വരുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഒരുപാട് സിനിമയിലും ഇതിൽ കാണുന്നുണ്ട്. താങ്ക് യു.